ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ സൗത്ത് വെസ്റ്റ് ഫ്ലോറിഡൻ്റെ ഡേ ഇൻ ലൈഫ് എപ്പിസോഡ് 2 അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഇന്നലെ ഞാൻ ഉറങ്ങാൻ നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിളിക്കുന്നത് എന്താണെന്നറിയില്ല. പക്ഷെ ഒരു പറഞ്ഞ് എനിക്ക് എന്തോ പ്രശ്നമായിക്കൊണ്ട് റൂമിൽ നിന്ന് മാറണമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഐറ്റംസ് ഇതെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ബാഗ് കണ്ട, ഈ ബാഗിലെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ ബാഗിൽ തന്നെ എല്ലാം ഈ ബാഗിൻ്റെ ഉള്ളിൽ തന്നെ കുത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഷൂസും എടുക്കട്ടെ, പിന്നെ ഈ ഫുഡ്സും ഇതെല്ലാം എടുക്കട്ടെ, എല്ലാം എടുക്കട്ടെ. പിന്നെ പോക്കറ്റിലും കുറച്ച് സാധനം ഉണ്ട്, ഇങ്ങനത്തെ സാധാ ഇത് ഷൂസിലോട്ട് നമുക്ക് അൺലോക്ക് ചെയ്തിട്ട് ഇവർ എന്താ അറിയില്ല, ഇവിടെ എന്തോ മെയിൻ്റെനൻസ് വർക്കായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് റൂം 6th ഫ്ലോറിലുള്ള റൂം നമ്പർ ഏതോ പറഞ്ഞിനി ഞാൻ ഫോണിൽ നോക്കിക്കോളും. റൂം നമ്പർ നോക്കട്ടെ, ഈ സൈഡിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് റൂം എന്നായിട്ടാണ് പറഞ്ഞത്. റൂം നമ്പർ എത്രയോ പറഞ്ഞത്, ഞങ്ങൾക്ക് ഓർമ്മ 602 അല്ലേ? പറഞ്ഞോളി അൻ്റെതാണ്. ഓയ് ഓക്കെ, അതെന്താണെന്നറിയില്ല. ആ റൂമൊക്കെ ഒന്ന് ഓൾറെഡി ടേക്കണാണ്. ഓക്കെ, എടുക്കാൻ കഴിയില്ലേ? ഒക്കെ ഒന്ന് ഇവിടെ എല്ലാം മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ട്. നമുക്ക് അത്ര എന്തോ പ്രശ്നമാണെന്ന് തോന്നി. അല്ലാണ്ട് വേറെ നമുക്ക് ഇപ്പുറത്തെ റൂമൊക്കെ. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ 6th ഫ്ലോറിൽ ഇവരെന്താണ് പ്രശ്നം, എല്ലായിടത്തും ഒരേ കീക്കടം. ഒരു ഫ്ലോറിൽ എല്ലാ റൂമിനും ഒരു കീക്കടം. സ്റ്റക്കടിച്ചതാ. അപ്പോൾ എന്താണെന്നറിയില്ല. ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചിട്ടും വരാം, മറ്റേ നമ്മളെ ചങ്ങായിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടും വരാം. നമ്മളെ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ചങ്ങായിയോട് ഞാൻ ചോദിച്ചിട്ടും വരാം. ചങ്ങായി എന്തായാലും പറഞ്ഞതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ചങ്ങായിയുടെ അടുത്ത് സംസാരിച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ തിരിച്ച് 6th ഫ്ലോറിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ചങ്ങായി ശരിക്കും നമുക്ക് തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5th ഫ്ലോറിൻ്റെ കീ ആണ്. അപ്പോൾ ചങ്ങായിൻ്റെ ഇന്ന് തെറ്റിയതാണ്. പിന്നെ ചങ്ങായി എന്തെല്ലോ പറയുന്നുണ്ടായിന്. അപ്പോൾ ഇതാണ് നമ്മൾ പുതിയ വീടല്ല, പുതിയ അപ്പാർട്ട്മെൻറ്റ്. നമുക്ക് ലൈറ്റ്സ് എല്ലാം ഇടാം. ഓക്കെ നമ്മൾ ഷൂസ് അവിടെ വെക്കുക. കിച്ചണത്തെ ലൈറ്റ്സിലിടാം, മൊത്തം ലൈറ്റ്സിലിട്ട് കുട്ടപ്പനാക്കാം. നമ്മളെ ഇതിടാം, ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് 5 മണിയായി. വൈകുന്നേരത്തെ ഫുഡ്, ഉച്ചക്കത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. രാവിലത്തെ ഫുഡ് ഞാൻ കഴിച്ചിന്. അപ്പോൾ അതിലെ കഴിക്കാനായിട്ട് നമുക്കിന് പോകണം. അപ്പോൾ ഞാൻ എൻ്റെ ബാഗെല്ലാം ഇവിടെ വെക്കട്ടെ, വേഗം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് വേഗം യാത്രയ്ക്ക് പോവാം. ഓക്കെ, ഡോർ അൺലോക്ക് ചെയ്യാം. നല്ല നടക്കുക, അടിപൊളി വ്യൂ അല്ലേ? ഓക്കെ, നമുക്ക് രാത്രിത്തെ ഫുഡ്, ഉച്ചക്കത്തെ ഫുഡ്, 3 നേരത്തിൻ്റെ ഫുഡ് അടുപ്പിച്ച് തിന്നു. എന്താ വെച്ചാൽ നല്ലോണം വിശക്കുന്നുണ്ട്, വയറിങ്ങനെ ഗുളുഗുളു ആവുന്നു. എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. എന്താ നല്ല അടിച്ച് ഫുഡ് കഴിക്കാം. പക്ഷെ കുറച്ച് കഴിക്കുന്ന ഇവിടുത്തെ ഈ ചങ്ങായി ഉണ്ടായിന്. ഈ ചങ്ങായി ഇതെല്ലാം നമുക്ക് തരാൻ പോയിന്. ശരിക്കും ഈ ചങ്ങായി ഇവിടെ ഒരു ഇതുണ്ട്, അതാണ് നമുക്ക് തരേണ്ടത്. ആ ചങ്ങായി ഇപ്പോൾ ഭക്ഷണം അടിക്കാൻ പോയിന്. പോകാൻ പോയെന്ന് പറഞ്ഞിട്ട് ഇതാക്കിന്. അപ്പോൾ ഞാൻ എൻ്റെ കാറിനെ വിളിക്കട്ടെ. അപ്പോൾ കാറ് വിളിച്ചാലേ വരൂ. അതെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഡ്രൈവർ പോലത്തെ സംഭവമുണ്ട്. അപ്പോൾ ഇവർ ബീച്ചിലാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ നമുക്കിന്ന് ബീച്ചിൽ പോകാനുള്ള ശക്തി ഇല്ല. അല്ലെങ്കിൽ എപ്പോൾ ഞാൻ അങ്ങനത്തെ സംഭവം ആക്കിനെ ഇന്നലെ രാത്രി. അപ്പോൾ ഓരോരുത്തർ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരു കൊണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ ഞാൻ ഓരോ വിളിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ചങ്ങായി കാറ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാറിൽ കയറാൻ ലൈറ്റ്സ് എല്ലാം. പിന്നെ നമുക്ക് ഈ സൗത്ത് വെസ്റ്റ് ഫ്ലോറിഡയിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ഈ സിറ്റിയിൽ ലൈറ്റ്സ് ഭയങ്കര പോക്കാം. സ്ട്രീറ്റ് ലൈറ്റ്സ് ഇല്ല. പിന്നെ കാർസിൻ്റെ ലൈറ്റ്സും ഭയങ്കര ഇതാണ്. നമുക്ക് എന്തായാലും നമ്മളെ ഇവിടത്തേക്ക് പോവുക. കാർ പിന്നെ നല്ല ആക്സിലറേഷൻ, അങ്ങനെ നല്ല നല്ല കാർസ് ആയിരിക്കും. നല്ല സൂപ്പർ കാർസ് എല്ലാം കാണണമെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ വന്നാൽ മതി. ഡോഡ്ജ് ഉണ്ടാവും. അപ്പം ഇത് റിപ്പയർ ചെയ്തെടുക്കേണ്ടി വരും. ഇനി പെയിൻറ്ററിനെ മാറ്റേണ്ടി വരും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ക്രാച്ച് കുറേ വന്നിനി. പിന്നെ ഇവിടെ കാർ വാഷ് ഉണ്ട്. ഈ കാർ വാഷ് ചെയ്യണമെങ്കിൽ 2 മണിക്കൂർ യാത്ര ഗ്രീൻവില്ലോ അല്ലെങ്കിൽ
മറ്റേ ERLC-ലോ പോകണം. അതാണ് ഇവിടുത്തെ പ്രശ്നമാണ്. നല്ല ഡ്രൈവ് ചെയ്യാൻ പറ്റും. നമുക്കപ്പോൾ മെക് ബ്ലോക്സിൽ പോവാം രാത്രിത്തെ ഫുഡായിട്ട്. ഓക്കെ, പിന്നെ നമുക്ക് മെക് ബ്ലോക്സിലേക്ക് ഒരു യാത്ര. നല്ല വലിയ വലിയ ഹൈവേസ് ആണ്. നല്ല സുഖമാണ് ഇവിടെ. ഒരു പോട്ട് ഹോൾ പോലും ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഇവിടെ ഞാൻ വന്നിട്ട് കണ്ടില്ല കേട്ടോ. ഞാൻ എല്ലായിടത്തും കറങ്ങി ഒരു പോട്ട് ഹോൾ പോലും കണ്ടില്ല. അത് ഇവിടുത്തെ ഒരു അടിപൊളി പ്രത്യേകതയാണ്. നമുക്ക് ഇനി നല്ല പോവാം. ഇവിടെ ഇൻ്റർസെക്ഷൻ ഉണ്ടെന്നൊന്നുമില്ല, ഗ്രീൻ ലൈറ്റാണ്. നമുക്കുണ്ട് ഇൻ്റർസെക്ഷൻ അല്ല അല്ലേ? പറപ്പിക്കനി പിന്നെ ഒരു 200 രൂപ നമ്മൾ ഇൻ്റർസെക്ഷൻ അല്ല നമ്മളതല്ല ഈ നേരത്തെ ഇൻ്റർസെക്ഷന്. ഇങ്ങോട്ട് തിരിക്കാനായി ഇനി റെഡ് ലൈറ്റ് വെക്കണ്ടല്ലോ. നേരെ പോയാൽ മതിയില്ലേ? പോകാൻ പറ്റുമെന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ മെക് ബ്ലോക്സിലേക്ക് ഒരു ടേൺ ഉണ്ട്. ആ ടേണിലേക്ക് നമുക്ക് സെറ്റായിരിക്കുക. മെക് ബ്ലോക്സ് പക്ഷേ നല്ല ഡ്രിഫ്റ്റ് ചെയ്യാൻ. ഇവിടെ ഇതുണ്ടാ കാർ വാഷ് കൊണ്ടുവന്നില്ലെങ്കിൽ നല്ല തന്നെയായിരിക്കും. കൊണ്ടുവന്നിനെയും തോന്നി ഇപ്പം അടുത്തായിട്ട് ഇവരെന്തോ മെക് ബ്ലോക്സിൽ ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ടായിനി. അപ്പോൾ നമുക്ക് അത് അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം കണ്ടോ. ഉണ്ട് അങ്ങനെ പറയും. എന്നാൽ നമുക്ക് കാറ് ക്ലീനും ചെയ്യണം, റിപ്പയറും ചെയ്യണം. പിന്നെ നമുക്കിന്ന് ബാങ്കിൽ പോകണം. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ATM-ന് ക്യാഷ് എടുക്കണം. ഞാനൊരു പുതിയ റേഞ്ച് റോവർ വാങ്ങുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു ആശ വീട്ടിൽ 2 കാറ് വാങ്ങാമല്ലോ. അപ്പോൾ അതിനെല്ലാം വാങ്ങേണ്ട പൈസയെല്ലാം ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ മെക് ബ്ലോക്സിൽ ഞാൻ കിച്ചണിലേക്ക് കയറും. നമുക്ക് ഇവിടെ സെൽഫ് ഓർഡർ ആയിട്ട് ഞാൻ ഫുഡെല്ലാം എടുത്ത് കുറച്ച് സമയം എടുക്കും. ഫുഡെല്ലാം എടുത്തിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, ഞാൻ ഓർഡർ ചെയ്തത് ചീസ് ബർഗർ, ഫിഷ് ബർഗർ, മെക് ഫ്രൈസ്, പിന്നെ ഐസ് ടീ ഞാൻ വാങ്ങിച്ചിട്ട് കുടിച്ചു. അപ്പോൾ ഞാൻ ഇതെല്ലാം തിന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. കുറച്ച് എന്തായാലും സമയം എടുക്കും. അപ്പോൾ ഗൈസ്, ഫുഡെല്ലാം തിന്നിർത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ബാങ്കിൽ പോകേണ്ട സമയം ഉണ്ടാവില്ല. ഞാൻ വയ്യ പോയിക്കോളൂ. ഇപ്പോൾ 12 മണി ആവാൻ എന്തായാലും ആയി. നല്ലോണം ഉറങ്ങേണ്ടതാണ്. നാളെ ഞങ്ങൾക്ക് വർക്ക് ഉണ്ട്. അപ്പോൾ വർക്കിനെല്ലാം പോകണമെങ്കിൽ നല്ലോണം ഉറങ്ങണം. നമുക്ക് ഉറങ്ങാൻ ഇനി പോവാം നമ്മളെ അപ്പാർട്ട്മെൻറ്റിലേക്ക്. കുറച്ച് ഇനിയും വലിയൊരു യാത്രയായിരിക്കും. ഇവിടുത്തെ നമുക്ക് ഏറ്റവും ഇഷ്ടമല്ലാതെയാണ് ആ ടേണേഴ്സ്, ആ ഇൻ്റർസെക്ഷൻ. ലെഫ്റ്റ് ഓൺലി റൈറ്റ് ഓൺലി ടേൺ ആണ്. നമുക്ക് ലെഫ്റ്റിലേക്കോ വെറുതെ കൽപ്പാവും പാകം ഇങ്ങനെ പോവുക. നല്ല പറപ്പിച്ചോ ഒന്നും പിടിക്കണം. എന്ന് വെച്ചാൽ 12 മണിക്ക് ശേഷം മറ്റേ ഇതെല്ലാം ഓഫായിട്ടാണ് ഉണ്ടാവുക. വർക്കാവ് വന്നാലോ അത് മെയിനായിട്ട് ഇതുണ്ടാവില്ല. പോലീസും എല്ലാവരും ജോബ്സും എല്ലാം ഔട്ടായിട്ടുണ്ടാവും രാത്രി 12 മണിക്ക് ശേഷം. നമുക്ക് എന്തായാലും പോവാം. കുറച്ച് ആക്സിഡൻസ് എല്ലാം അതിന് നമുക്കായി പോകുന്ന വഴിക്ക് ശരിയാക്കാം. പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഇതുണ്ടെങ്കിൽ കാർ വാഷി കയറാൻ മറന്നായി. അയ്യേ, ഷെഡ്രാക്ക് എവിടെയാ? എന്താ ഷെഡ്രാക്ക് ഇങ്ങോട്ടല്ലേ? പോയിട്ടാ ഇല്ല ഷെഡ്രാക്ക് ആടി ഉണ്ട്. വറവാട്ടോ. നിങ്ങൾ ബാങ്കിൽ കയറണം. 1 മണിയാ. എന്നാ കൂടി ബാങ്കിൽ കയറണ്ട. ബാങ്കിൽ വയ്യ കയറിക്കോളൂ. പറപ്പിച്ചോ. ഒക്കെ നല്ല സുഖമുണ്ട്. നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. ഞാൻ ജനൽ കത്തിയിട്ടുണ്ട്. നല്ല കാറ്റ് കിട്ടുന്നുണ്ട് വണ്ടീൻ്റെ ഉള്ളിലേക്ക്. ചൂടാണ് ഇവിടെ. ഭയങ്കര ചൂടാണ്. പറയുന്ന പോലെയൊന്നല്ല, കേരളത്തെ ചൂടുകൾ തന്നെയാണ്. ഭയങ്കര ചൂട് തന്നെയാണ്. ചൂടിയും AC ഇടാം. ഒരു ഒരു ഫോൺ കോൾ വന്നതാണ്. അപ്പോൾ നമുക്ക് അത് കൂടി ഇനി നമുക്ക് വേറെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ 2 മണിയാവാനായി. ഇനി ഞാനിന്ന് ഒരു മണി വരെ ലീവ് എടുക്കുന്നത്. എന്താ വെച്ചാൽ നാളത്തെ ജോബ് അപ്ലൈയിങ്ങിന് ഞാൻ എന്തായാലും ഇതാക്കുന്നതായിരിക്കും, ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. ഓ, നല്ല ഫോട്ടോഷോട്ട് എടുത്തല്ല എൻ്റെ അടുക്കുന്നത്. നമുക്ക് പോവുക എന്തായാലും.
നമ്മളെ ഗൾഫ് പാരഡൈസിലേക്ക് പോവാം. ഗൾഫ് പാരഡൈസ് നമ്മളെ റൂമിലേക്ക് പോവാം. തെറ്റി. നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഇവിടെ തെറ്റിക്കുന്നത്. തളർന്ന് ഓക്കെ, നമുക്കിനി ഇവിടെ ന്യൂട്രലിടാം. ഓരെന്താ കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നതാണ്. പിച്ചങ്ങ ഇനി എത്തിയിട്ടില്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുത്ത് ഞാൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ ബൈ, സി യു, ടാറ്റ.